ഈ അടുത്ത കാലത്തായി മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ് സ്പെയിൻ. സ്പെയിനിന് നമ്മളാരും അധികം കേട്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത ഒരു ഇസ്ലാമിക പശ്ചാത്തലമുണ്ട്. നൂറ്റാണ്ടുകളോളം സ്പെയിനിൽ ഇസ്ലാമിക ഭരണം, ഉമവികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു സ്പെയിൻ എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സ്പെയിനിന്റെ ചരിത്രം തുടങ്ങുന്നത് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്നാണ് ഇസ്ലാമിക സ്പെയിനിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉമ്മമാരൊക്കെ പാടിത്തരുന്നൊരു പാട്ടുണ്ട്, വളരെ പ്രചാരമുള്ള, വളരെയധികം പ്രചാരത്തിലുള്ള ഒരു പാട്ടൊരു മാപ്പിളപ്പാട്ടാണ്. ഉണ്ടൊസഖി ഒരുപോലെ മുന്തിരി തിന്നിടുവാനായി നാരണ കയ്യിൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടാണ്. അതിന്റെ വഴി കൃത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പം ആ പാട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രണ്ടാം ഉമറും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. അദ്ദേഹത്തിന്റെ നീതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പരിത്യാഗത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്ന വരികളാണ് ആ പാട്ടിൽ പറയാറുള്ളത്. ശരിക്കും ആ പാട്ടിൽ നമുക്ക് വലിയൊരു പാടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ആളുകൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ പ്രചാരമുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. മൂത്താപ്പ എളാപ്പ മക്കൾ മുഹറമുകളാണ്. അതായത് എന്റെ മൂത്താപ്പാന്റെ മകൾ എനിക്ക് മുഹറമാണ്, എന്റെ എളാപ്പാന്റെ മകൾ എനിക്ക് മുഹറമാണ് എന്നൊരു തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ കണ്ണൂരിലെ പല കുടുംബങ്ങളിലുമുണ്ട്. എന്റെ കുടുംബങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയും, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മൂത്താപ്പയുടെ മകളാണ് ഫാത്തിമ. അങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ സഹാബികൾക്കിടയിലും സാധനങ്ങൾക്കിടയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും സാന്ദർഭികമായി ഞാനത് പറഞ്ഞുള്ളൂ. ഇസ്ലാമിക സ്പെയിനിന്റെ ചരിത്രം തുടങ്ങുന്നത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഉപ്പനായ അബ്ദുൽ അസീസ് ഇബ്നു മർവാനിൽ നിന്നാണ്. അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഐബീരിയയിലേക്ക് ഇസ്ലാമിന്റെ കടന്നുപോക്ക് എന്നുള്ളത്. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ, അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായിരുന്നു. അതേസമയം ഇറാഖിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ബിഷർ ഇബ്നു മർവാൻ ആയിരുന്നു ഗവർണറായിട്ടുണ്ടായിരുന്നത്. ഇറാഖിലെ ഒരു പ്രവിശ്യയായ ബസ്റയിലെ ഒരു ധനകാര്യ ഉദ്യോഗസ്ഥനായിരുന്നു മൂസ ഇബ്നു ബുസൈർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഒരു പ്രാവശ്യം ഉമവി ഭരണകൂടത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുടെ സാമ്പത്തിക കാര്യത്തിന്റെ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1,00,000 സ്വർണ്ണ നാണയങ്ങളുടെ 1,00,000 സ്വർണ്ണ ദിനാറുകളുടെ ഷോട്ട് വന്നു. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? യഥാർത്ഥത്തിൽ മൂസ ഇബ്നു ബുസൈർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉമവി ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. ആരെ? ഈ മൂസ ഇബ്നു ബുസൈറിനെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈജിപ്തിൽ അഭയം തേടുന്നത്. ഈജിപ്തിൽ ആരാണെന്നുള്ളത്? ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഉപ്പയായ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ. അങ്ങനെ ഈജിപ്തിൽ അഭയം പ്രാപിച്ചു. ഈജിപ്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അബ്ദുൽ അസീസ് തീരുമാനിച്ചു ഇദ്ദേഹത്തെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ അബ്ദുൽ അസീസ് മർവാൻ തന്റെ ജ്യേഷ്ഠനായ അബ്ദുൽ മാലിക് ഇബ്നു മർവാനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കരുത്, ഇദ്ദേഹത്തെ കൊല്ലരുത്. ഇദ്ദേഹം കാരണം നഷ്ടമായ 1,00,000 സ്വർണ്ണ ദിനാറിന്റെ പകുതി, 50,000 സ്വർണ്ണ ദിനാർ ഞാൻ പേഴ്സണലായിട്ട് തരാം, വ്യക്തിപരമായി ഞാൻ അത് തന്നു വിടാം. അദ്ദേഹത്തെ നിങ്ങൾ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ അസീസ് ഈ മൂസ ഇബ്നു ബുസൈറിനെ തന്റെ കൂടെ കൂട്ടുകയാണ്, തന്റെ സന്തത സഹചാരിയായി കൂട്ടുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഉത്തരാഫ്രിക്കയിൽ ആ സമയമാകുമ്പോഴേക്ക് ഇസ്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇസ്ലാം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉത്തരാഫ്രിക്കയിൽ ഇസ്ലാം എത്തിയ സമയം ഹസൻ ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ഒരു ഗവർണറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ബർബറുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വിനാശകരമായ കലാപങ്ങൾ അയച്ചുകൊണ്ടാൻ തുടങ്ങി. ബർബറുകൾ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഭാഗം. അവർ വിനാശകരമായ ഈ ഒരുപാട് കലാപങ്ങൾ, ഈ ഉമവി ഭരണകൂടത്തിനെതിരെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയം
അബ്ദുല്ലാഹ് ഇബ്നു അസീസ്, ഈ പറയുന്ന രണ്ടാം ഉമറിന്റെ ഉപ്പയായ അബ്ദുല്ലാഹ് ഇബ്നു അസീസ് അദ്ദേഹം തീരുമാനിച്ചു ഈ പറയുന്ന മൂസ ഇബ്നു ഉസൈറിനെ എങ്ങോട്ട് പറഞ്ഞേക്കാം, ഈ പറയുന്ന ഉത്തരാഫ്രിക്കയിലേക്ക് പറഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഉത്തരാഫ്രിക്കയിലേക്ക് പോകണം. നോക്കണം നിങ്ങൾ, ഇസ്ലാമിന്റെ ചരിത്രം ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് വളരുന്നത്. ഉത്തരാഫ്രിക്കയിലേക്ക് പോയ അദ്ദേഹം ആദ്യമായി ചെയ്യുന്നത് ആ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലുള്ള ബർബറുകളെ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ, അവരെ ആക്രമിക്കരുത്. എന്നിട്ട് അദ്ദേഹം ദഅവത്ത് തുടങ്ങാൻ. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ദഅവത്ത് തുടങ്ങാൻ, അദ്ദേഹം പ്രബോധനം തുടങ്ങാൻ. ഇന്നലെ വരെ അന്യവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ അദ്ദേഹം ചേർത്ത് പിടിക്കാൻ, പട്ടാളത്തിന് അവസരം കൊടുക്കാൻ, ഉദ്യോഗത്തിൽ അവസരം കൊടുക്കാൻ, മുസ്ലിങ്ങളുമായിട്ട് ഇടപഴകാനുള്ള അവസരം കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. ഒരു യഥാർത്ഥ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അയാൾ ഒരു അക്ഷരം ഉരിയാറുന്നതില്ല, അയാൾ ഒരു അക്ഷരം പറയേണ്ടതില്ല. മറിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം കണ്ടിട്ട്, അയാളുടെ ഇടപാടുകൾ കണ്ടിട്ട്, അയാളുടെ സംസാരങ്ങൾ കണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. മാസങ്ങൾക്കുള്ളിൽ, വർഷങ്ങൾക്കുള്ളിൽ ബർബറുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ ബർബറുകളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. നമുക്കറിയാലോ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഗതി. പ്രവാചകൻ ത്വായിഫിൽ കല്ലുകളും കൂക്കുവിളികളും ഇട്ടിട്ട് അവസാനം ഉത്തുബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ അഭയം പ്രാപിച്ചപ്പോ ആ തോട്ടത്തിൽ പ്രവാചകൻ വളരെ വേദനിച്ചിരിക്കുന്നത് കണ്ട് സങ്കടം തോന്നി ഉത്തുബയും ഷൈബയും കുറച്ച് മുന്തിരി അബ്ദാസ് എന്ന് പറയുന്ന ഒരു അടിമയുടെ കയ്യിൽ കൊടുത്തേച്ചതാണ്. അങ്ങനെ അടിമ ആ മുന്തിരി പ്രവാചകന് കൊണ്ടുകൊടുത്തിട്ട് പ്രവാചകൻ ആ മുന്തിരി കഴിക്കുന്നതിന് മുന്നേ ബിസ്മില്ലാ എന്ന് പറയാൻ. അത്താസിന് അത്ഭുതമായി. അത്താസ് ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്? ഈ നാട്ടുകാരൊന്നും ഇതുപോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. പ്രവാചകൻ ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണ്, എവിടെ നിന്നാണ് താങ്കൾ? അപ്പൊ അത്താസ് പറഞ്ഞു, എന്റെ പേര് അബ്ദാസാണ്, ഞാൻ നീനവയിൽ നിന്നാണ്. പ്രവാചകൻ പ്രതികരിച്ചു, നീനവ എന്റെ സഹോദരൻ യൂനുസിന്റെ നാടാണ്, അദ്ദേഹവും ഒരു പ്രവാചകനാണ്, ഞാനും ഒരു പ്രവാചകനാണ്. ഇത് കേട്ട അത്താസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലും കൈകളിലേക്കും ചുംബിക്കുകയും അവിടെ വെച്ച് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന കലിമ ചൊല്ലി മുസ്ലിം ആവുകയും ചെയ്തു. ഉത്ബയുടെയും ഷൈബയുടെയും അടുത്തേക്ക് തിരിച്ചു വന്നപ്പോ ഉത്ബയും ഷൈബയും അബ്ദാസിനോട് പറയുന്നുണ്ട്, അബ്ദാസെ, നീയും അവന്റെ വരയിൽപ്പെട്ടു പോയോ? നീയും മുഹമ്മദിന്റെ വരയിൽപ്പെട്ടു പോയോ? നിന്റെ മതാണ് കേട്ടോ അവന്റെ മതത്തെക്കാൾ നല്ലത് എന്ന് അബ്ദാസിനോട് പറയുന്നുണ്ട്. അബ്ദാസ് തിരിച്ചു പറയുന്നുണ്ട്, ആ ഇരിക്കുന്ന മനുഷ്യനേക്കാൾ നല്ലൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അയാൾ പറയുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്ന മനുഷ്യനെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. ഒരു സാധാരണക്കാരൻ ഒരിക്കലും അറിയാൻ പറ്റാത്ത വിവരങ്ങളാണ് ആ മനുഷ്യനോട് പറഞ്ഞത് എന്ന് അബ്ദാസ് പ്രതികരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കേരളക്കരയിലേക്ക് കപ്പലിറങ്ങിയ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി കടന്നു വന്ന കച്ചവടക്കാരായ ആളുകളുടെ സത്യസന്ധത കണ്ടിട്ടാണ് ഇവിടെയുള്ള കേരളക്കരയിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ മക്കളെയും പെണ്ണന്മാരെയും ഇസ്ലാമിലേക്ക് മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. കേരളത്തിലെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് മൂസ ഇബ്നു ഉസൈർ ചെയ്തത്. അവരെ കൂടെ കൂട്ടി, അവരെ സഹവസിപ്പിച്ചു, അവർക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്കുള്ളിൽ അതിശക്തമായ ഒരു സൈന്യം, ആർക്കും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിശക്തമായ ഒരു സൈന്യം ഇസ്ലാമിനെതിരെ കലാപം നടത്തിയിരുന്ന അതേ ബർബറുകൾക്കിടയിൽ നിന്ന് വർഷങ്ങൾ കൊണ്ടുണ്ടായി എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സത്യം എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയ, ഇസ്ലാമിന് കിട്ടിയ ഒരു മാണിക്കല്ലാണ് താരിഖ് ഇബ്നു സിയാദ്. താരിഖ് ഇബ്നു സിയാദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ രോമ എഴുന്നേൽക്കും. ഇസ്ലാമിന് കിട്ടിയ ഒരു മാണിക്കല്ലാണ് താരിഖ് ഇബ്നു സിയാദ്. സഹോദരങ്ങളെ, അങ്ങനെ ആ സമയം ഈ ഉത്തരാഫ്രിക്കയിൽ സൈന്യമൊക്കെ സജ്ജമായി, മുസ്ലിങ്ങൾ സുശക്തമായി നിൽക്കുന്ന സമയം അബ്ദുല്ലാഹ് ഇബ്നു അസീസ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന സിറിയയിൽ നിന്നുള്ള, ഡമസ്കസിൽ നിന്നുള്ള ഖലീഫയുമായി നേരിട്ട് ആര് ബന്ധം തുടങ്ങി? മൂസ ഇബ്നു ഉസൈർ അദ്ദേഹം ബന്ധം തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഖലീഫ നേരിട്ട് അദ്ദേഹത്തെ അറിയിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഈ പറയുന്ന സ്പെയിനിൽ, അതായത് അൾജീരിയ എന്ന് പറയുന്ന ഒരു ഉപദ്വീപാണ്. ഈ ഉപദ്വീപിലാണ് ഇന്ന് പോർച്ചുഗലും സ്പെയിനും ഒക്കെ നിലനിൽക്കുന്നത്. ഈ ഉപദ്വീപിൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള കളമൊരുങ്ങുകയായിരുന്നു. ഹിജ്റ 91 വർഷം ഉത്തരാഫ്രിക്കയിലെ ഗവർണറായ മൂസ ഇബ്നു ഉസൈറിന് ഒരു കത്ത് ലഭിക്കാൻ. ആ കത്ത് ആരാണ് അയക്കുന്നത്? അതേ പ്രവിശ്യയുടെ ആ വിസിഗോത്തുകളാണ് ഈ ഐബീരിയൻ ഉപദ്വീപ് ഭരിക്കുന്നത്. ആ വിസിഗോത്തിയൻ ഗവർണറായ, സിയോട്ടയിലെ വിസിഗോത്തിയൻ ഗവർണറായ ഈ പറയുന്ന
ജൂലിയൻ പ്രഭുവാണ് ഈ കത്ത് അയക്കുന്നത്. എന്താ കത്തിലുള്ളതെന്നറിയോ? എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം, ഇവിടെയുള്ള വിസിഗോത്തിയൻ ഗവൺമെന്റിനെ തകർക്കണം, ഈ ഭരണകൂടത്തെ തകർക്കണം. ഇവർ അക്രമികളാണ്, ഇവർക്ക് സ്ത്രീകളുടെ വില അറിയില്ല, സ്ത്രീകളുടെ മാനത്തിന് ഇവിടെ ഒരു വിലയുമില്ല. റോഡറിക് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വളരെ ക്രൂരനായ കിരാതനായ ഭരണാധികാരി, ആ ഭരണാധികാരിയെ തകർക്കണമെന്ന് പറഞ്ഞിട്ട് അതേ ഭരണാധികാരിയുടെ കീഴിലുള്ള ഗവർണർ ആർക്ക് കത്ത് എഴുതാണ്? മൂസ ബിൻ ഉസൈറിന്റെ കത്ത് എഴുതാണ്. അദ്ദേഹം ഖലീഫയുടെ അനുമതി തേടി. ഖലീഫ പറഞ്ഞു, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, പരിചയമില്ലാത്ത കടലിടുക്കുകളാണ്, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടേണ്ടതില്ല. ആദ്യം എന്ത് ചെയ്യാം? ഒരു അന്വേഷണ സംഘത്തെ പറഞ്ഞയക്കാം, ഒരു പഠന സംഘം പോകട്ടെ, എന്നിട്ട് ആ സംഘം കാര്യങ്ങൾ കൃത്യമായി പഠിക്കട്ടെ. അങ്ങനെയാണ് ഒരു ബർബർ കമാൻഡോയുടെ കീഴിൽ 500ഓളം വരുന്ന ആളുകളെ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത്. അവർ സ്പെയിനിന്റെ തെക്കൻ തീരത്ത് ചെന്നുപെടുകയും അവരവിടെയുള്ള സംഗതികൾ മുഴുവൻ അന്വേഷിക്കുകയും ചെയ്തു. കൃത്യം ഹിജ്റ 91-ാമത്തെ വർഷം റജബ് മാസമാകുമ്പോഴേക്ക് ഖലീഫയുടെ അനുമതിയോടുകൂടി മൂസ ബിൻ ഉസൈർ താരിഖ് ബിൻ സിയാദിന്റെ കീഴിൽ 7000ഓളം വരുന്ന സൈന്യത്തെ ഐബീരിയൻ തീരത്തേക്ക് നിയോഗിക്കുകയാണ്. ഇവരെങ്ങനെ പോയെന്നല്ല നിങ്ങൾക്ക് സഹോദരങ്ങളെ, ഈ ജൂലിയൻ പ്രഭുവിന്റെ, കൗണ്ട് ജൂലിയന്റെ 4ഓളം വരുന്ന കപ്പൽ, ഈ കപ്പലുകൾ വ്യാപാര കപ്പലുകളാണ്, അതുപോലെ തന്നെ കാർഗോ ഷിപ്പുകളാണ്, ചരക്ക് കപ്പലുകളാണ്. ഈ ചരക്ക് കപ്പലുകളിലും വ്യാപാര കപ്പലുകളിലും രാത്രി സമയത്ത് ഒളിച്ചു കടത്തുകയായിരുന്നു സൈന്യത്തെ. 7000ഓളം വരുന്ന സൈന്യത്തെ, പിന്നീട് 5000 കൂടി കടന്നു, 12000ഓളം വരുന്ന സൈന്യത്തെ ജൂലിയൻ പ്രഭുവിടെ കപ്പലിൽ ദിവസങ്ങൾ കൊണ്ട് ഈ റജബ് മാസമാകുമ്പോഴേക്ക്, റജബ് മാസം തീരുമ്പോഴേക്ക് ഇവരെല്ലാവരും ഈ പറയുന്ന പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നതാണ്. ആ പാറകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിന് പിന്നീട് പേര് പറഞ്ഞത് ജബൽ സാരിഖ എന്നാണ്. ഈ ജബൽ സാരിഖാണ് പിന്നീട് ലോപിച്ച് ജിബ്രാൾട്ടർ എന്നറിയപ്പെട്ടത്. ഇന്നത്തെ ജിബ്രാൾട്ടർ യഥാർത്ഥത്തിൽ ജബൽ സാരിഖ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പ്രദേശമാണ്. ഇന്നത് ബ്രിട്ടന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. അത് യഥാർത്ഥത്തിൽ ജബൽ സാരിഖ്, മഹാനായ താരിഖ് ബിൻ സിയാദ് ആദ്യമായി ചെന്നിറങ്ങിയിട്ട് അവിടെ അദ്ദേഹം സൈന്യത്തോടെ നടന്ന ഒരു പ്രസംഗമുണ്ട്. ഹിര, നമ്മുടെ മുന്നിൽ കടലാണ്, നമ്മുടെ പിന്നിൽ കടലാണ്, മുന്നിലുള്ളത് ശത്രുക്കളാണ്, ഒന്നും നോക്കാനില്ല, പൊരുതി ജയിക്കുക മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ എന്ന് താരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഈ സൈന്യത്തിന് മുന്നിൽ പ്രസംഗിക്കുകയാണ്. 2 മാസത്തോളം ആ പ്രദേശത്തെ കുറിച്ച്, അവിടെയുള്ള സൈനിക ശക്തിയെ കുറിച്ച്, അവിടെയുള്ള ഭരണാധികാരികളെ കുറിച്ചെല്ലാം, ഭരണകൂടത്തെ കുറിച്ചെല്ലാം കൃത്യമായി പഠിച്ച് ഹിജ്റ 92-ാമത്തെ വർഷം റമദാൻ മാസത്തിൽ പ്രിയപ്പെട്ടവരെ അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. ഗുവാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്പെയിനിന്റെ തെക്ക് ഭാഗത്തുള്ള ഗുവാഡലറ്റ് നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ ശക്തമായ പോരാട്ടം നടക്കുന്നത്. ഈ പോരാട്ടം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന രാജാവിന്റെ റോഡറിക്കിന്റെ പിന്നിലുള്ള ഈ സൈന്യത്തിന്റെ എണ്ണം 30,000-ആണ്. സിഗോത്തിയൻ സൈന്യത്തിന്റെ എണ്ണം 30,000-ആണ്. എന്നാൽ ഈ പറയുന്ന താരിഖ് ബിൻ സിയാദിന്റെ കീഴിലുള്ള ഉമവി സൈന്യത്തിന്റെ എണ്ണം 12,000 മാത്രമാണ്. 12,000 മാത്രമാണ്. 30,000 വരുന്ന സൈന്യത്തെയാണ് 12,000. അതും ഈ 30,000 വരുന്ന സൈന്യം എങ്ങനെയാണ്? ശക്തമായ കവചകുണ്ടലങ്ങൾ അണിഞ്ഞ് അതിശക്തമായ പോരാട്ട വീര്യമുള്ള ആളുകൾ. ഈ 12,000 മനുഷ്യന്മാരുടെ അടുത്ത് ഒരു കവചവും ഒന്നുമില്ല. പക്ഷെ ഈമാനിന്റെ ശക്തി കൊണ്ട് അവർ വിജയിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പറയും വിചാരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന മനുഷ്യരുടെ എപ്പോഴുമുള്ള വാക്കുകളും വർത്തമാനങ്ങളും എന്താണ്? كم من فئة قليلة غلبت فئة كثيرة بإذن الله. എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ എപ്പോഴുമുള്ള ചിന്തയും അവരുടെ എപ്പോഴുമുള്ള നിലപാടുകളും അതാണ്. അന്നത്തെ കാലത്തിൽ ശക്തി എന്ന് പറഞ്ഞാൽ വലിയ സൈന്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ ശക്തി എന്ന് പറഞ്ഞാൽ ആണവായുധങ്ങളും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടായാലും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ശക്തികൾ ഉണ്ടായാലും, എത്ര ആയുധങ്ങൾ ആയുധപ്പുരയിൽ ഉണ്ടായാലും
ബദറിന്റെ രണഭൂമിയിൽ മുൻമുട്ടിച്ചില്ലാനും സഹാബികളുടെ മുന്നിൽ തോൽവിയും പാടിയ അവരുടെ 3 ഇരട്ടി വരുന്ന സൈന്യം, ആ സൈന്യത്തെ ബദറിന്റെ രണാങ്കണത്തിൽ സഹായിച്ച, ആ സൈന്യത്തെ സഹായിച്ച പടച്ച റബ്ബിന്റെ കഴിവിൽ ഇന്നും ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. റോട്ടുകളുടെ 30,000-ഓളം വരുന്ന അതിശക്തരായ സൈന്യത്തിന്റെ മുന്നിൽ സാരിക്കും നിൽക്കാതിന്റെ 12,000-ഓളം വരുന്ന സൈന്യത്തിന് അതിശക്തമായ വിജയം നേടിക്കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിലോ അല്ലാഹുവിന്റെ മഹാത്മ്യത്തിലോ ഒരു കുറവും വന്നിട്ടില്ല. സഹോദരങ്ങളെ, ഈ ഒറ്റ യുദ്ധത്തോടുകൂടി റോഡുകൾ മരണപ്പെടുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രഭുക്കൾ മുഴുവനും മരണപ്പെടുന്നു. അവസാനം ആ ഇസിഗോത്തിയൻ സാമ്രാജ്യം തന്നെ കുറിച്ച് ഇസിഗോത്തിയൻ സാമ്രാജ്യം തന്നെ ഇല്ലാതാവാൻ പിന്നീട് അങ്ങോട്ട് മുസ്ലിങ്ങളുടെ വല്ലാത്തൊരു പടയാണ് അവിടെ കാണാൻ സാധിക്കുക. ആ നാട് മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാൻ സ്വമേധയാ പല നാടുകളും വരാൻ ഇസ്ലാമിന്റെ നീതിപൂർവമായ ഭരണത്തെ കുറിച്ചിറങ്ങിയ ആളുകൾ സ്വയം ഇസ്ലാമിന്റെ മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ്, മുസ്ലിങ്ങളുടെ മുന്നിൽ സ്വയം വന്ന് സമർപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹിജ്റ 94 ആകുമ്പോൾ സാക്ഷാൽ മൂസ ബിൻ നുസൈർ അദ്ദേഹം തന്നെ ഈ പറയുന്ന ഐബീരിയൻ ഉപദ്വീപിലേക്ക് എത്തുന്നു. മൂസ ബിൻ നുസൈറും താരിഖ് ബിൻ സിയാദും കൂടിയിട്ട് ആ പറയുന്ന പ്രദേശത്തുള്ള ഐബീരിയൻ ഉപദ്വീപിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ശരിക്കും ചരിത്രം പഠിക്കുമ്പോണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു പ്രതീക്ഷയും വല്ലാത്തൊരു പ്രത്യാശയുമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. നിങ്ങൾ നോക്ക്, ഇസ്ലാമിനെതിരെ കലാപം നടത്തിയിരുന്ന അതേ ബർബറുകൾ, ഉമവി ഖിലാഫത്തിനെതിരെ കലാപം നടത്തിയിരുന്ന അതേ ബർബറുകളാണ് ഈ പറയുന്ന ഐബീരിയൻ ഉപദ്വീപിൽ പോയി ഇസ്ലാമിന് വേണ്ടി പോരാടുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി പോരാടുന്നത്. പിന്നീട് അങ്ങോട്ട് നൂറ്റാണ്ടുകളോളം നിലനിന്ന യൂറോപ്യൻ ഇസ്ലാമിന് തിരികൊടുക്കുന്നത് ഈ മനുഷ്യരാണ്, ഈ ശത്രുക്കളെ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമവി ഖിലാഫത്ത് വീണപ്പോ അബ്ബാസി അട്ടിമറിയുണ്ടായി. ഉമവി ഖിലാഫത്ത് വീണപ്പോ അന്നത്തെ ഉമവി ഭരണാധികാരിയായ അബ്ദുറഹ്മാൻ ഒന്നാമൻ അദ്ദേഹം സംരക്ഷണം തേടുന്നത് ഈ ഐബീരിയൻ ഉപദ്വീപിലാണ്, സ്പെയിനിലാണ്. അദ്ദേഹം സ്പെയിനിലേക്ക് പോവാൻ, അങ്ങനെ അവിടെ അദ്ദേഹം അഭയം തേടാൻ, എന്നിട്ട് അദ്ദേഹം അവിടെ കോർഡോബ തലസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പുതിയ ഉമവി സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ. അവിടുന്ന് അങ്ങോട്ട് യൂറോപ്പ് ആ കാലഘട്ടത്തിൽ ഇരുണ്ട യുഗത്തിലായിരുന്നു. ഭരണാധികാരികൾക്ക് പോലും എഴുതാനും വായിക്കാൻ അറിയില്ല, ആ ഒരു അവസ്ഥയിലാണ് യൂറോപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഹിജ്റ 138 അബ്ദുറഹ്മാൻ ഒന്നാമൻ അവിടേക്ക് പോയി ഉമവി സാമ്രാജ്യത്തിന്റെ തറക്കല്ലിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്പെയിന് വളർന്നൊരു വളർച്ചയുണ്ട്, പോർച്ചുഗൽ വളർന്നൊരു വളർച്ചയുണ്ട്. യൂറോപ്പ് മുഴുവൻ അസൂയാവഹമായ കണ്ണുകൊണ്ട് കണ്ടൊരു വളർച്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഹിജ്റ 168 വർഷമാണ് കോർഡോബയിലെ പ്രശസ്തമായ പള്ളി ഉണ്ടാക്കുന്നത്. ഇതിന്റെയൊക്കെ ചരിത്രം വേറെയും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതെങ്ങനെയാണ് തകർന്നത് എന്നതാണ് നമ്മുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. ഈ പറയുന്ന റോഡുകളുടെ സൈന്യം തോൽക്കുന്നു, ഇസ്ലാം മുന്നോട്ട് പോകുന്നു, സ്പെയിനിലെ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു. പക്ഷേ ഇസ്ലാമിക സ്പെയിൻ തകർന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം വല്ലാത്ത ചരിത്രമാണ്. ആ ചരിത്രം നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചരിത്രമാണ്. അങ്ങനെ ഒരു തോൽവിക്ക്, ആ തകർച്ചയ്ക്ക് കാരണമായ ചിലതുണ്ട്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ ആ കാരണം ഇന്നും നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇന്നും അതെത്ര ചെറിയ സംഘടനയായാലും, എത്ര ചെറിയ പള്ളി കമ്മിറ്റിയായാലും, എത്ര ചെറിയ സ്ഥാപനങ്ങളായാലും, അന്ന് സ്പെയിൻ എന്ന് പറയുന്ന ഐബീരിയൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ സാമ്രാജ്യം തകരാൻ കാരണമായ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ആ ദുഷ്ടാച്യങ്ങളും ആ അസൂയയും എല്ലാം ഇന്നും ഓരോ സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം എങ്ങനെയാണ് സ്പെയിൻ തകർന്നത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ പറയുന്ന കോർഡോബയോ തലസ്ഥാനമാക്കിയുള്ള ഈ ഐബീരിയൻ സാമ്രാജ്യം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും 4 ലക്ഷം പുസ്തകങ്ങളുടെ ലൈബ്രറി, ലോകസദ്യം 4 ലക്ഷത്തോളം പുസ്തകങ്ങളുടെ ലൈബ്രറിയാണ് ഈ പറയുന്ന കോർഡോബയിൽ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല യൂറോപ്പിന്. ആ സമയത്താണ് 4 ലക്ഷത്തോളം പുസ്തകങ്ങളുള്ള ലൈബ്രറി കോർഡോബയിൽ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് സ്ട്രീറ്റ് ലൈറ്റ്. എപ്പോഴാണ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ തുടങ്ങിയത്? കേരളത്തിൽ നമ്മൾ എപ്പോഴാണ് സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ തുടങ്ങിയത്? ആ സമയത്ത് വിളക്കുകൾ, തെരുവ് വിളക്കുകൾ അവിടെ കത്തിച്ചു വെച്ചിരുന്നു. കല്ലുപാകിയ
റോഡുകൾ ഉണ്ടായിരുന്നു, കല്ലുപാകിയ വഴികൾ ഉണ്ടായിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചെളിയും മണ്ണും പൂണ്ട് കിടക്കുന്ന വഴികളാണെങ്കിൽ കോർഡോബ ആസ്ഥാനമായുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത് കല്ലുപാകിയ വഴികളായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞത്. ലോകത്താദ്യമായി സർവ്വമതങ്ങളും ഒരുമിച്ച് ഹാർമണിയോടുകൂടി പോകുന്ന ഒരു ഏറ്റവും വലിയ മാതൃക കാണിച്ചത് ഈ പറയുന്ന കോർഡോബ ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ഇസ്ലാമിക സാമ്രാജ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സ്പെയിനിന്റെ ചരിത്രം, ഇസ്ലാമിക സ്പെയിനിന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ, ഇത്തരം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി, ജീവിതത്തിലെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മിലൂടെ ഇസ്ലാമിന് വലിയ വിജയം നേടിത്തരുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഇവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, പലപ്പോഴും മുസ്ലിം ലോകത്തിന് ഒരു നഷ്ടമുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടത്തിന് പകരമായി വലിയൊരു നേട്ടം അപ്പുറത്തുണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വലിയ പാഠം ഈ ചരിത്രത്തിൽ നമുക്ക് കാണാനുണ്ട്. 1100 വർഷം 138 വർഷം അബ്ബാസി അട്ടിമറിയിലൂടെ ഉമവി ഖിലാഫത്ത് തകർന്ന് തരിപ്പണമായി അബ്ദുറഹ്മാൻ ഒന്നാമൻ ദമാസ്കസിൽ നിന്ന്, സിറിയയിൽ നിന്ന് സ്പെയിനിലേക്ക് കപ്പൽ കയറുമ്പോൾ നമ്മളുടെ കണ്ണിൽ എന്താണ്, കാണുന്നവരുടെ കണ്ണിൽ എന്താണ്, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു ചരിത്രത്തിന്റെ രചന അവിടെ തുടങ്ങിയിരുന്നു. പുതിയൊരു സാമ്രാജ്യം അവിടെ ഉണ്ടാക്കായിരുന്നു. കാരണം അബ്ദുറഹ്മാൻ ഒന്നാമൻ ഡമാസ്കസിൽ നിൽക്കേണ്ട ആളല്ല, ഡമാസ്കസിൽ പൂർത്തിയായിട്ടുണ്ട്, വളർച്ച പൂർത്തിയായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്, ആ ഉമവി ഖലീഫയുടെ ദൗത്യം എന്ന് പറയുന്നത് ഐബീരിയൻ ഉപദ്വീപിലാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തുന്നതും അവിടെ ആ സാമ്രാജ്യം വിശാലമായി വലുതാകുന്നതും അബ്ദുറഹ്മാൻ മൂന്നാമനാകുമ്പോഴേക്ക് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പരിഷ്കരണങ്ങളും പുരോഗമനങ്ങളും ആ നാട്ടിലുണ്ടാകുന്നതും. അതുകൊണ്ട് ലോക മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ നമ്മുടെ കണ്ണിൽ നഷ്ടങ്ങളാകിയിരിക്കാം, പക്ഷേ ആ നഷ്ടങ്ങളിലൂടെ ആയിരക്കണക്കിന് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് പ്രതീക്ഷിക്കാം, എന്നും പ്രത്യാശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്ദരമായ നാളുകൾ കാണാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലെത്തുന്നത് കാണാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, സുഖമില്ലാത്ത ഒരു സഹോദരൻ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ നമ്മോട് ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അള്ളാഹുവിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരിക്കലും അടയാത്ത വാതിൽ ദുആയുടെ വാതിലാണ്. എന്തൊക്കെ മെഡിക്കൽ സയൻസും മറ്റും പറഞ്ഞാലും അള്ളാഹുവിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും. പടച്ച റബ്ബിന്റെ കഴിവ് അവിടെ ബാക്കിയായി തന്നെ കിടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, ആ കുടുംബത്തിന് അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അതേപോലെ പ്രിയപ്പെട്ടവരെ, പ്രധാനമായും പറയാൻ വേണ്ടിയ കാര്യം, ഇന്നത്തെ ജുമായിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം നിങ്ങളൊക്കെ കുറേ ആയിട്ട് കാണുന്നുണ്ടല്ലോ. നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രശ്നം, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോവുക, ഇവിടെ പോവുക, പലപ്പോഴും വിഷയങ്ങൾ പോലും നേരം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വളരെ ഇടങ്ങാറായിട്ടാണ് സംസാരിക്കുക. കാരണം ഇതൊന്ന് കുറച്ച് സൗണ്ട് കൂടി പറഞ്ഞാൽ ചിലപ്പം പോകും, കുറച്ചൊന്ന് അടുത്ത് വെച്ചാൽ ചിലപ്പം പിന്നെ വീട്ടിൽ തുറന്നു. ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരുപാടായി. അപ്പം നമ്മുടെ ഈ പള്ളിയിലെ സൗണ്ട് സിസ്റ്റം നമുക്കൊന്ന് ശരിയാക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും ജാരിയായ സദസ്സയാണ്. നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്ന ഖുതുബ, ആര് ഖുതുബ പറഞ്ഞാലും അൽഹംദുലില്ലാ ഈ പള്ളിയിൽ നടക്കുന്ന ഖുതുബ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണത്. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ. അപ്പം എന്തായാലും ആർക്കെങ്കിലും ഈ സൗണ്ട് സിസ്റ്റം സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. കാരണം ഓരോ ആളുകളും ഈ ഖുതുബ കേൾക്കുമ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഉണ്ടാവും. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് ദഅവത്താണ്, ഇത് പ്രബോധനമാണ്. നമ്മൾ ഈ കണ്ട ചരിത്രം മുഴുവൻ പ്രബോധനത്തിലൂടെ ഉണ്ടായ നേട്ടമാണ്. 1000 അണുബോംബിനേക്കാൾ, 1000 വാളിനേക്കാൾ, 1000 സൈന്യത്തെക്കാൾ ശക്തിയുണ്ട് പ്രബോധനത്തിന്റെ വാക്കുകളെന്ന് ഇസ്ലാമിക ചരിത്രം മുഴുവൻ സാക്ഷ്യം വഹിച്ച സംഗതിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദഅവത്തിന്റെ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാട്ടത്തിരിവെടുക്കാനല്ല, വക്കറ്റ് കൊണ്ട് പുറത്തുനിന്ന് നോക്കൂ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളിൽ ആർക്കെങ്കിലും സുമേരിയ വന്നിട്ട് ഇത് ഞാൻ സ്പോൺസർ ചെയ്യാം, ഞാൻ ചെയ്യാം എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോർഷൻ ഞാൻ എടുക്കാം, ഇത്ര രൂപ ഞാൻ എടുക്കാം എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയാൽ അൽഹംദുലില്ലാ ഒരിക്കലും അത് നഷ്ടമാവില്ല. അതുകൊണ്ട് ഇത് നിങ്ങളെ ഏറ്റെടുക്കുക, ഈ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.